നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് ഓംസ് ലോ ആണ് നമ്മൾ ചെയ്യാൻ പാടുന്നത്. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ പഠിക്കുന്നതാണ് ഓംസ് ലോ, ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു സർക്യൂട്ടിലും നമുക്ക് ഓംസ് ലോ ഉപയോഗിക്കണം. മാത്രമല്ല വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഓംസ് ലോ തന്നെ വേണം. വേറെ ഒരുപാട് ലോസ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചാലും ഓംസ് ലോ ഇസ് ദ ബേസ്. ഇനി എന്താണ് ഈ ഓംസ് ലോ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത്? ഓംസ് ലോയുടെ സഹായത്തോടുകൂടി നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ഒരു റെസിസ്റ്റൻസ് വയർ, അതായത് ഒരു റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്കറിയില്ല, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്കറിയില്ല. ആ വാല്യൂ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ വി ആർ ഗോയിങ് ടു ഫൈൻഡ്. അത് മാത്രമല്ല, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ റെസിസ്റ്റിവിറ്റിയും കൂടെ കണ്ടുപിടിക്കുന്നുണ്ട്. സോ ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ടു വയേഴ്സ്. അപ്പോൾ അൺനോൺ റെസിസ്റ്റൻസും പിന്നെ റെസിസ്റ്റിവിറ്റിയും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. വോൾട്ടേജ് across the wire is directly proportional to the current flowing through it. അതാണ് നമ്മുടെ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. സോ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ആൻഡ് വി ക്യാൻ സേ കോൺസ്റ്റൻറ്റ് വരുമ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവന്നു. ആ കോൺസ്റ്റൻ്റ് ആണ് ആർ എന്ന് പറയുന്നത്. ആർ മീൻസ് ഇലക്ട്രിക് റെസിസ്റ്റൻസ്. നമ്മൾ സിംപ്ലി റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. സോ വി ഈസ് ഈക്വൽ ടു ആർ ഐ. വാട്ട് യു മീൻ ബൈ ആക്ച്വലി റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്യുന്നു എന്ന് പറയാം. ഈ ശരിക്കും എന്താണ് കാരണം? ഈ ഒപ്പോസിഷനുള്ള കാരണം എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കറണ്ട്, അതായത് സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒപ്പോസിഷൻ വരുന്നു. എന്തുകൊണ്ടാണ് ഒപ്പോസിഷന് കാരണം? സോ മെനി അതർ ആറ്റംസ്, സോ മെനി അതർ അയോൺസ് ആർ ഓൾസോ ദെയർ, അല്ലേ? അപ്പോൾ അവിടെ കൊളീഷൻ നടക്കുന്നു. ഈ കൊളീഷനാണ് വാട്ട് ഈസ് ദ കോസ് ഓഫ് ദി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൊളീഷൻ കാരണം അവർക്ക് ഫ്ലോ, ശരിക്കും ഒരു ഫ്ലോ നടക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് അതിന് കാരണം. കൊളീഷൻ ഈസ് ദ റീസൺ ഫോർ ദ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് കിട്ടി വി ഈസ് ഈക്വൽ ടു ആർ ഇൻ ടു ഐ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന റെസിസ്റ്റൻസിൻ്റെ എക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഈസ് ഈക്വൽ ടു ഐ ആർ. നമുക്ക് എപ്പോൾ ചോദിച്ചാലും നമുക്ക് അറിയേണ്ട ഒരു ഇക്വേഷനാണ് വിയും ഐയും തമ്മിലുള്ള റിലേഷൻ. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ഐ ആർ. ഇനി റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓം. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, നമ്മുടെ ജോർജ് സൈമൺ ഓം, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഓം എന്ന് പറയുന്ന യൂണിറ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസിസ്റ്റിവിറ്റിയും കൂടെ കണ്ടുപിടിക്കുന്നുണ്ട്. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടുന്നു? റെസിസ്റ്റൻസ് എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ ഡയമെൻഷൻ. അതായത് ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു, ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. പിന്നെ വരുന്ന ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. നമ്മളിവിടെ ഓൾറെഡി കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞു. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് വ്യത്യാസം വരും. നിങ്ങളത് പഠിക്കുന്നുണ്ട്. കണ്ടക്ടേഴ്സും സെമി കണ്ടക്ടേഴ്സിനും ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എന്തായാലും ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് ആൾസോ ഇൻക്രീസസ്. യു ക്യാൻ സീ ദാറ്റ്. ഇനി അപ്പം നമ്മളിവിടെ ഡയമെൻഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ വീണ്ടും നിങ്ങൾ കണ്ടു ഇവിടെ എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി വരുന്നുണ്ട്, അല്ലേ? ആ പ്രൊപ്പോർഷണാലിറ്റിക്ക് വരെ നമുക്കൊരു കോൺസ്റ്റൻറ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റെസിസ്റ്റിവിറ്റി. റോ എന്ന് നമ്മൾ പറയുന്നു. റോ എന്ന് പറയുന്ന ലെറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റെസിസ്റ്റിവിറ്റിക്ക്. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും കൂടെ അതിന് പറയാറുണ്ട്. റെസിസ്റ്റിവിറ്റി ഓർ വി ക്യാൻ കോൾ ഇറ്റ് എ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നിന്ന് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു ആർ എ ബൈ എൽ. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഹിയർ. ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഹിയർ. വാട്ട് ഈസ് ഇറ്റ്? റോ ഈസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് ഇവിടെ നിന്ന് ആർ എ ബൈ എൽ. എല്ല് ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ എഴുതാൻ കുഴപ്പമില്ല. ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, എ എന്ന് പറയുന്ന ഏരിയ, ദെൻ എൽ ഈസ് ദ ലെങ്ത്. ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും?
ഏരിയ കണ്ടുപിടിക്കുന്നത് ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ സർക്കിൾ. സോ വി ക്യാൻ സേ πr² ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു. പക്ഷെ ആറ് കണ്ടുപിടിക്കണം. ആറ് റേഡിയസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റെസിസ്റ്റൻസിന്റെ റേഡിയസ് സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിച്ചിട്ട് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദി വയർ. ഒരു വയറല്ല നമ്മൾ ചെയ്യുന്നത്, കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. രണ്ട് വയേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആൾസോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഔട്ട്. ഓം മീറ്റർ, അതാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് πr² ആണ്. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ. ഇനി നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് പോകാം. സർക്യൂട്ട് ഡയഗ്രാം, ഈ സർക്യൂട്ട് ഡയഗ്രാം ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട്. ആഫ്റ്റർ ദാറ്റ് ഓൺലി വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ റെസിസ്റ്റിവിറ്റി. നോക്കൂ, നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം കാണുന്നുണ്ട്. ഇവിടെ രണ്ട് സെല്ല് കണക്ട് ചെയ്യുന്നു, 2 or 3 സെല്ല്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോൾട്ടേജ്. നമുക്ക് എത്ര വോൾട്ടേജ് ആണോ വേണം അതിനനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ 2 സെല്ല് കണക്ട് ചെയ്യുന്നുണ്ട്. സെല്ല് കണക്ട് ചെയ്യുമ്പോൾ സീരീസ് കണക്ഷൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഇനി ബാക്കി കണക്ഷൻസും കൂടെ നോക്കാം. എന്തൊക്കെ വേണം നമുക്ക്? അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, ദെൻ ഇതാണ് നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ്. നമ്മുടെ ഏത് വയറാണോ നമ്മൾ അതിൻ്റെ വയർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോകുന്ന ഏത് വയറാണോ അതാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ദെൻ റിയോസ്റ്റാറ്റ്. സോ വിൽ സീ ദ കണക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ പോസിറ്റീവിൻ്റെ കൂടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അമ്മീറ്റർ ആണ്. പിന്നെ എപ്പോഴും നിങ്ങൾ കണക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് സെല്ലിൻ്റെ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഏത് പൊളാരിറ്റി ആണോ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ആ പൊളാരിറ്റി ആയിരിക്കണം അമ്മീറ്റർ ആയാലും വോൾട്ട്മീറ്റർ ആയാലും കണക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് സെല്ലിൻ്റെ സെയിം പൊളാരിറ്റി തന്നെയായിരിക്കണം അമ്മീറ്ററും വോൾട്ട്മീറ്ററും നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. എന്നാൽ അമ്മീറ്ററും വോൾട്ട്മീറ്ററും കൂടെ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? ഡിഫറെൻറ്റ് പൊളാരിറ്റി ആയിരിക്കണം. നമുക്ക് നോക്കാം. ഇത് പോസിറ്റീവ്, അപ്പോൾ അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കും. ശരിക്കും റെസിസ്റ്റൻസിൻ്റെ അവിടെയാണ്. അതുകൂടാണ്ട് റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ട്, എക്രോസ് മീൻസ് വാട്ട് ഈസ് ഇറ്റ്? പാരലലായിട്ട് വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പോസിറ്റീവാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കണ്ട ഡിഫറെൻറ്റ് പൊളാരിറ്റിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഡിഫറെൻറ്റ് പൊളാരിറ്റി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ വോൾട്ട്മീറ്ററിനെ നെഗറ്റീവ് നമ്മൾ റെസിസ്റ്റൻസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു കണക്ഷൻ നമ്മൾ എവിടേക്കാണ് പോയിരിക്കണം നോക്കൂ. റിയോസ്റ്റാറ്റിൻ്റെ ഏത് ടെർമിനലാണ്? ആരോ മാർക്ക് കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം. ഇറ്റ് ഈസ് ടോപ്പ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ റിയോസ്റ്റാറ്റിൻ്റെ അതർ എൻഡ് ഡൗൺ ടെർമിനൽ വി ഹാവ് കണക്റ്റഡ് ടു കീ ആൻഡ് കീ ടു നെഗറ്റീവ്. ഇനി ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ, നെഗറ്റീവ് എന്ന് വോൾട്ട്മീറ്ററിൻ്റെ എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നെഗറ്റീവിലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ദ സെയിം പൊളാരിറ്റി ആൻഡ് അമ്മീറ്റർ ഓൾസോ വിത്ത് ദ സെയിം പൊളാരിറ്റി. സോ ദാറ്റ് ഓൾസോ യു ഹാവ് ടു make it clear. Then one more thing. Next thing you have to be very careful. അമ്മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറണ്ട് മെഷർ ചെയ്യാൻ. ആ കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടത്? സീരീസ് ആണ്. Why it is serious? സീരീസിലാണ് we can say current remains constant. So that is why ammeter is connected in series. The next thing, voltmeter എങ്ങനെയാണ് കണക്ട് ചെയ്ത് നോക്കൂ. Parallel combination. In parallel combination, you know that voltage remains constant. So always you have to connect the voltmeter in parallel to the components. അത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ we can just close the circuit. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് വരച്ചു. ഇനി നമുക്ക് വി ക്യാൻ ഡു ദ എക്സ്പെരിമെൻറ്റ് അക്കോർഡിംഗ് ടു ദിസ് സർക്യൂട്ട് ഡയഗ്രാം. ഇനി നമ്മൾ ഓംസ് ലോ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ഡിവൈസസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകണം. ഫസ്റ്റ് വി ക്യാൻ ജസ്റ്റ് സീ ദാറ്റ്. ആദ്യം നമുക്കറിയാം ബാറ്ററി വേണം. ഇവിടെ നമ്മൾ 2 ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് 2 batteries are there. നമ്മൾ വരച്ചപ്പോൾ തന്നെ 2 ബാറ്ററി കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റിയോസ്റ്റാറ്റ് നിങ്ങൾക്കറിയാം 3 ടെർമിനൽസ് ഉണ്ട്. 2 ടെർമിനൽ താഴെ, 1 ടെർമിനൽ ഇവിടെ നമ്മൾ 2 ടെർമിനൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം നമുക്ക് റെസിസ്റ്റൻസ് മാറ്റി കറണ്ട് ചേഞ്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കീ വേണം, മെയിൻ തിങ് തന്നെയാണ്. ദെൻ യു വാണ്ട് ദിസ് വോൾട്ട്മീറ്റർ റീഡിംഗ് ആണ്, അമ്മീറ്റർ റീഡിംഗ് ആണ്. ഇവിടെ 2ഉം വേണം നമുക്ക്, വോൾട്ട്മീറ്ററും വേണം, അമ്മീറ്ററും വേണം. അമ്മീറ്ററിൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് കാണാം 0 മുതൽ 2 വരെയുള്ള റീഡിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് 0 to 2. ഇവിടെ വോൾട്ട്മീറ്ററിൻ്റെ 0 to 3. സെയിം റേഞ്ച് എടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ വോൾട്ട്മീറ്ററും ഇതും കൃത്യമായിട്ട് ചെയ്യണമെന്ന് മാത്രം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ റെസിസ്റ്റൻസ് വയർ. നമ്മുടെ യുറേക്കയോ അല്ലെങ്കിൽ നിക്രോമോ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. റെസിസ്റ്റൻസ് വയർ, അൺനോൺ റെസിസ്റ്റൻസ് വയർ നമ്മൾ ഉപയോഗിക്കാൻ പോകണം. ദിസ് ഈസ് അൺനോൺ റെസിസ്റ്റൻസ് വയറാണ്.
ഈ വയറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. സോ വി ക്യാൻ സ്റ്റാർട്ട് കണക്റ്റിംഗ് ഇറ്റ്. പോസിറ്റീവ് നോക്കൂ, നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന്. എപ്പോഴും സെല്ലിൽ നിന്ന് തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് നിന്ന് കണക്ട് ചെയ്യുന്നു. പോസിറ്റീവ് നിന്ന് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പോസിറ്റീവ് നിന്ന് അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. യു ക്യാൻ സീ ദറ്റ് സെയിം പൊളാരിറ്റിയാണ് വരുന്നത്. സോ അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ആ കണക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്ത കണക്ഷൻ എന്താണ്? യെസ്, നമ്മുടെ അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് നമ്മൾ റെസിസ്റ്റൻസ് വയറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് വയർ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പാരലായിട്ട് വോൾട്ട്മീറ്ററിൻ്റെ ഇടയിൽ കണക്ട് ചെയ്യണം. സോ വി ക്യാൻ ജസ്റ്റ് കണക്ട് ഇറ്റ്. അപ്പോൾ അത് കണക്ട് ചെയ്യുന്നതോടൊപ്പം നമുക്ക് അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്നുള്ള കണക്ഷനും കൂടെ നമുക്ക് ചെയ്യാം. യു ക്യാൻ സീ ദാറ്റ് ഐ എം ഗോയിങ് ടു കണക്ട് ഇറ്റ്. യെസ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും, ആ ഹോളിലേക്ക് കയറ്റി വെച്ചാലും മതി. അപ്പോൾ അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് നമ്മൾ വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവ്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഡിഫറെൻറ്റ് പൊളാരിറ്റിയാണ് വരുന്നത്. അമ്മീറ്ററും വോൾട്ട്മീറ്ററും ഡിഫറെൻറ്റ് പൊളാരിറ്റി. സോ ദാറ്റ് ഈസ് ഓൾസോ ഓവർ. നെക്സ്റ്റ് വി ക്യാൻ സേ ഇത് പാരലായിട്ട് കണക്ട് ചെയ്യണം. ഒപ്പം നമുക്ക് ഒരു വയറും കൂടെ നമ്മളൊരു വയറും കൂടെ എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്യാൻ പോവാണ്. സോ വി ക്യാൻ ദിസ് കോപ്പർ വയേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. കണക്റ്റിംഗ് വയേഴ്സ് ഓൾവേസ് വി ആർ യൂസിങ് കോപ്പർ വയേഴ്സ്. യു നോ ദാറ്റ് റെസിസ്റ്റൻസ് വിൽ ബി വെരി ലെസ്. അതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ കണക്ഷൻ നമ്മുടെ കഴിഞ്ഞു. യെസ്, അപ്പം നിങ്ങൾക്ക് കാണാം കണ്ടോ, പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുണ്ടോ. യെസ്, ഇനി നമുക്ക് ഈ വോൾട്ട്മീറ്ററിൻ്റെ നെഗറ്റീവ് നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? റിയോസ്റ്റാറ്റിൻ്റെ ടോപ്പ് ടെർമിനലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. സോ വി ആർ കണക്റ്റിംഗ് ടു ദ ടോപ്പ് ടെർമിനൽ. ടോപ്പ് ടെർമിനൽ ഒരു കണക്ഷനേ ഉള്ളൂ ഇവിടെ. യെസ്, ഇനി നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഡൗൺ ടെർമിനലിലേക്ക് നമ്മളൊരു കണക്ഷനും കൂടെ ചെയ്യുന്നുണ്ട്. ഡൗൺ ടെർമിനലിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക്, അതായത് കീയിലേക്ക് കണക്ട് ചെയ്യും. ഞാനിങ്ങനെ കാണിക്കുന്നു എന്ന് മാത്രം, നിങ്ങൾക്ക് ആ ഡൗൺ ടെർമിനൽ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിക്കുന്നു. സോ യു ക്യാൻ ജസ്റ്റ് കണക്ട് ടു ദ കീ. Okay, that is over. Then we can just connect. One more connection is left. അപ്പോൾ നമുക്ക് ഈ വയേഴ്സ് ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു കണക്ഷനും കൂടെ ഇല്ലേ ഉള്ളൂ. സോ വി ക്യാൻ ജസ്റ്റ് കണക്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. CBSE-കാർ 10th ചെയ്യേണ്ടതാണ്. കൊറോണയ്ക്ക് മുന്നൊക്കെ നിങ്ങൾ ചെയ്തിരുന്നു. ഒരു എക്സ്പെരിമെൻ്റ്, ഒരു ഇമ്പോർട്ടൻറ്റ് എക്സ്പെരിമെൻ്റ് തന്നെയാണത്. യു ക്യാൻ സീ ദാറ്റ് ഐ എം ഗോയിങ് ടു കണക്ട്. കീയിൽ നിന്ന് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാൻ പോകും. ദിസ് ഈസ് അവർ നെഗറ്റീവ്. നിങ്ങൾക്കറിയാം ബ്ലാക്ക് കളറാണ്. സോ വി ആർ കണക്റ്റിംഗ് ദിസ് നെഗറ്റീവ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഓവർ. സോ കണക്ഷൻ നൂലൊക്കെ പെടാതെ നോക്കണം കേട്ടോ. നൂല് ഇൻസുലേറ്ററാണ്. സോ യു ക്യാൻ ജസ്റ്റ് അവോയ്ഡ് ദാറ്റ്. സോ അവർ കണക്ഷൻ ഈസ് ഓവർ. ഇത്രയുമായാൽ നമ്മുടെ കണക്ഷൻ സർക്യൂട്ട് ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യണം കണക്ഷൻസ്. എല്ലാ കണക്ഷനും നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് റീഡിംഗ് എടുക്കണം. ഈ റെസിസ്റ്റൻസ് വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കലാണ്. റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വോൾട്ട്മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും നമുക്ക് നോക്കാം. അമ്മീറ്ററിൻ്റെ റീഡിങ് ചേഞ്ച് ചെയ്തിട്ട് വോൾട്ട്മീറ്റർ റീഡിങ് നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് കണക്ഷൻ കഴിഞ്ഞു. ഇനി ലീസ്റ്റ് കൗണ്ട് നോക്കിയിട്ട് വേണം റീഡിങ് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അമ്മീറ്ററിൽ 0 മുതൽ 2 ആംപിയർ വരെയുള്ള റേഞ്ചാണ് എടുത്തിരിക്കുന്നത്. 0 മുതൽ 0.5 വരെ 10 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ഡിവിഷൻ എടുക്കുമ്പോൾ 0.05 ആണ്. 2 ഡിവിഷൻ പോകുമ്പോൾ 0.1. അതാണ് നമ്മുടെ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്, അമ്മീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി അടുത്ത നമ്മൾ വോൾട്ട്മീറ്ററിൻ്റെ റീഡിംഗ് ആണ് എടുക്കുന്നത്. വോൾട്ട്മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് വെച്ചാൽ 0 മുതൽ 3 വരെയാണ്. 0 മുതൽ 1 വരെ 10 ഡിവിഷൻസ് ഉണ്ട്. അത് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഓരോ ഡിവിഷനും 0.1, 0.2, 0.3, 0.4 വളരെ എളുപ്പത്തിലാണ്. പക്ഷെ അപ്പോൾ വോൾട്ട്മീറ്ററിൻ്റെ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും മാറിപ്പോകരുത്. ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 0.1 ആണ്. എന്നാൽ ഇതിൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 0.05. അപ്പോൾ നിങ്ങൾക്ക് 0.1 തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഡിവിഷൻ മാറ്റിയാൽ 0.1 കിട്ടും. സോ വി വിൽ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. നമ്മൾ എക്സ്പെരിമെൻറ്റിലേക്ക് നമ്മൾ പോകാൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇൻസേർട്ട് ദ പ്ലഗ്. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ റീഡിംഗ് എടുക്കാൻ പോവുകയാണ്. റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരെ തന്നെ നിന്നിട്ട് വേണം ചെയ്യാൻ. പാരലാക്സർ ഇല്ലാണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് 0.1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു.
0.1 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാരലാക്സ് ഇപ്പം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 0.1 ആണ് ഇവിടെ കാണുന്നത്, ഈ അമ്മീറ്ററിൽ കാണുന്നത്. അമ്മീറ്ററിന്റെ റീഡിംഗ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വോൾട്ട് മീറ്റർ റീഡിംഗ് എടുക്കുന്നു. അപ്പോൾ 0.1 ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അമ്മീറ്റർ റീഡിംഗിൽ. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. കണ്ടോ, 0.1. യു ക്യാൻ സീ ദറ്റ് ഫസ്റ്റ് റീഡിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് 0.1. അപ്പോൾ നമുക്ക് 0.1 ആംപിയറേജിൽ, അതായത് അമ്മീറ്റർ റീഡിങ്ങിൽ നമുക്ക് 0.1 വോൾട്ട് മീറ്റർ റീഡിംഗ് കിട്ടി. ഇനി ഇതേമാതിരി തന്നെ സെക്കൻഡ് റീഡിംഗ് നമുക്ക് നോക്കാം. സോ വി വിൽ ഗോ ഫോർ 0.2. നമ്മൾ ഇടയിലുള്ള 0.05 ഒഴിവാക്കിയിട്ട് നമ്മൾ 0.2ലേക്ക് പോകണം. എത്ര റീഡിംഗ് എടുക്കണം? 4ാമത്തെ ഇതിലേക്ക് കൊണ്ടുവരണം. സോ അപ്പോൾ അതിനകത്ത് നമ്മൾ പാരലാക്സ് ഇല്ലാണ്ട് വേണം ചെയ്യാനായിട്ട്. Now it is moving like that. Rheostat move ചെയ്യുമ്പോൾ അതിന് ചേഞ്ച് വരുന്നുണ്ട്. Now it is 0.2. You can see that 4 readings are there. So it is 0.2. 0.2 വോൾട്ട് ആംപിയർ കിട്ടി. ഇനി നമുക്ക് കറസ്പോണ്ടിങ് അമ്മീറ്റർ റീഡിംഗ് ഒന്ന് നോക്കാം എത്രയാണെന്നുള്ളത്. യെസ്, അമ്മീറ്റർ റീഡിംഗ് ആൾസോ 0.2. എറർ ഇല്ലാണ്ട് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഫോക്കസ് ചെയ്താൽ യു ആർ ഗെറ്റിംഗ് 0.2. അപ്പോൾ ഇനി അടുത്ത 0.3 ചെയ്താലും 0.4 ചെയ്താലും നമുക്ക് ഓൾമോസ്റ്റ് സെയിം ആണെന്നൊന്ന് ചെക്ക് ചെയ്യാം. നോക്കുക, നമ്മൾ 0.5ലേക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഞാൻ നേരെ 0.5ലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനായിട്ട്. 0.5 സോ 0.5 എത്തിയപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് 0.5 കിട്ടുന്നുണ്ട്. കാണുന്നുണ്ടോ? കണ്ടോ, അതിപ്പോൾ എടുത്ത് പിടിച്ചിരിക്കുന്ന കാരണമാണ് അടുന്നത്. അതർവൈസ് ഇറ്റ് ഈസ് 0.5 ഇറ്റ് സെൽഫ്. സോ ഇതേമാതിരി റീഡിംഗ് എടുക്കാം. പക്ഷെ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലഗ് ഊരിയിടണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? യു ക്യാൻ ഫീൽ ദാറ്റ് ഇറ്റ് വിൽ ബി സോ ഹോട്ട്. എന്താ കാരണം? ടെമ്പറേച്ചർ കൂടുമ്പോൾ. കാരണം നിങ്ങൾക്കറിയാം, കറണ്ട് ഒരുപാട് നേരം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി അവിടെ ഉണ്ടാവും. H=I²RT, നമ്മുടെ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് അനുസരിച്ച് ഹീറ്റ് എനർജി ഉണ്ടാവും. ഈ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുകയല്ലേ ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തുണ്ടാവും? റെസിസ്റ്റൻസിന് വാല്യൂ വ്യത്യാസം വരാം. അപ്പോൾ ഒരുപാട് നേരം ഇതിനകത്ത് പ്ലഗ് ഇൻസേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അറ്റേ സ്ട്രെച്ചിന് വാല്യൂസ് എടുത്തു പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂസ് പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇപ്പൊ നിങ്ങൾ കണ്ട റീഡിംഗ് അനുസരിച്ച് 0.1ന് 0.1 തന്നെ കിട്ടി, 0.2നും 0.2 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ചെയ്യുമ്പോൾ 0.1 ഡിവൈഡഡ് ബൈ 0.1 എത്രയാ? 1. 0.2 ഡിവൈഡഡ് ബൈ 0.2 വി ആർ ഗെറ്റിംഗ് 1. സോ യു ആർ ഗെറ്റിംഗ് 1 ഓം എന്ന് നമുക്ക് കിട്ടി. കാൽക്കുലേഷൻ ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് പറയാം, കാരണം സിമ്പിൾ ആയത് കാരണം വി ക്യാൻ സേ ദാറ്റ് ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് ഈസ് 1 ഓം. സോ ഇതിന്റെ നമ്മൾ ഈ റെസിസ്റ്റൻസ് വയർ ഇതിനകത്ത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ലെങ്ത്തും ഇതിൻ്റെ റേഡിയസും നമുക്ക് മെഷർ ചെയ്യണം. റേഡിയസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് റേഡിയസ് മെഷർ ചെയ്യുന്നത്? ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്യാം. ലെങ്ത്ത് അപ്പോൾ നിങ്ങൾ ചെറിയ സ്ട്രെച്ചിങ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ശരിക്കും സ്ട്രെയിറ്റ് ആക്കി പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ കണക്ഷൻ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു ഇത് നമ്മൾ വിട്ടുകളയാം. അപ്പോൾ ഏകദേശം നമുക്ക് 24 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾ? 24 സെൻറ്റിമീറ്റർ ആണ്. സോ ദ ലെങ്ത് ഓഫ് ദ വയർ ഈസ് 24 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് സ്ക്രൂ ഗേജ് റീഡിംഗ് എടുക്കാം. സ്ക്രൂ ഗേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ സ്ക്രൂ ഗേജ് ഏറ്റവും ചെറിയ മെഷർമെൻ്റ് ആണ്, ലെങ്ത്തിൻ്റെ ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് ഉപയോഗിക്കുന്നതാണ് സ്ക്രൂ ഗേജ്. കാണുമ്പോൾ തന്നെ അറിയാം, സ്ക്രൂ ഗേജ് എന്ന് പേര് വരാൻ കാരണം ഇത് സ്ക്രൂ ആണ്. കണ്ടോ, സ്ക്രൂ ഗേജ്. അപ്പം ഇതിൻ്റെ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത് ഇതിൻ്റെ വാട്ട് ഈസ് ഇറ്റ്? സീറോ എറർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സീറോ എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നോക്കൂ കേട്ടോ. ഈ സ്ക്രൂ ഗേജിൻ്റെ ഇവിടെ പിടിക്കാൻ പാടില്ല കേട്ടോ. ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ശബ്ദമൊക്കെ കേൾക്കാം. നമുക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ ഒരു ശബ്ദം കേൾക്കാം. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ കേട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് കേൾക്കും. കണ്ടോ, ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ യു ഹാവ് ടു സ്റ്റോപ്പ്. അല്ലാതെ ഇത് പിടിച്ചിട്ട് അമർത്താൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഇവിടെ ഒരു ലൈൻ കാണുന്നുണ്ടോ? ഇവിടെ ഒരു ലൈൻ. ഈ ലൈനിൻ്റെ നേരെയാണ് 0 നിൽക്കുന്നതെങ്കിൽ 0 എറർ ഇല്ല. അതേ ലൈനിലാണ് നിൽക്കുന്നതെങ്കിൽ 0 എറർ ഇല്ല. അല്ല 0 മേളിലാണെങ്കിൽ അത് പോസിറ്റീവ് എറർ അല്ല, നമുക്ക് കറക്ഷൻ ഡയറക്റ്റ് ആയിട്ട് പറയാം. 0 എറർ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, താഴെയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. 0 എറർ ആണ് പറയുന്നത്. 0 എറർ 0 മേളിലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, താഴെയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഇത് നോക്കാം. എന്തൊക്കെയാണ് ഇതിനകത്ത് സ്ക്രൂ ഗേജിലുള്ളത് നോക്കൂ. ഇതാണ് PSR എന്ന് പറയുന്നത്.
Can you see that? ഇതാണ് PSR. ഇവിടെ ഉണ്ട് 0, 1, 2, 3 എന്ന് വരുന്നത്. ഇനി ഇവിടെ കാണുന്ന റീഡിങ് ഇങ്ങനെ സർക്കുലർ സ്കെയിലിൽ കാണുന്നില്ലേ, കാണുന്നുണ്ടോ? സർക്കുലർ സ്കെയിലിൽ കാണുന്നത് അത് നമ്മൾ HSR എന്ന് പറയും, ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്ന് പറയും. അപ്പൊ PSR ആൻഡ് HSR എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഓൾറെഡി. അപ്പൊ PSRഉം HSRഉം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്കറിയാം ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇതിന്റെ മെഷർമെന്റ് ആണ് ചെയ്യാൻ പോണത്, ഈ വയറിന്റെ. ഈ വയറ് ഇതിന്റെ ഇടയിൽ, ഈ രണ്ട് ജോസിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈറ്റ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത മാതിരി ഇവിടെ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ടൈറ്റ് ചെയ്യുക. കണ്ടോ, യു ക്യാൻ ജസ്റ്റ് ടൈറ്റ് ഇറ്റ്. ടൈറ്റ് ചെയ്യുമ്പോൾ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആദ്യം രണ്ട് വാല്യൂ കണ്ടുപിടിക്കണം. PSRഉം കണ്ടുപിടിക്കണം, HSRഉം കണ്ടുപിടിക്കണം. ആദ്യം PSR നമുക്ക് നോക്കാം. PSR നിങ്ങൾ ഇവിടെ എത്രയാണ് കാണുന്നത് എന്ന് നോക്കാം. ഇവിടെ 0 കാണുന്നുള്ളൂ, കാണുന്നുണ്ടോ? ഇവിടെ 0, 1 കാണുന്നില്ല. 1 കണ്ടാൽ നമുക്ക് 1 എഴുതാമായിരുന്നു. അല്ലെങ്കിൽ 0 ആണ് കാണുന്നതെങ്കിൽ 0, 1 ആണ് കാണുന്നതെങ്കിൽ 1 എഴുതാം. യു ക്യാൻ സി ഇവിടെ 0 മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ 0 എഴുതിയാൽ മതി. ഇനി നമ്മുടെ HSRന്റെ റീഡിംഗ് ആണ് എഴുതേണ്ടത്. HSRന്റെ റീഡിംഗ് എങ്ങനെയാ വരുന്നത് നോക്കൂ. ഈ ലൈനിന്റെ നേരെ, നമ്മൾ നേരത്തെ 0 കണ്ടുപിടിച്ചതിന്റെ നേരെ എത്രയാണ് വരുന്നത്? കറക്റ്റ് ആയിട്ട് 40 നിൽക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ്. കണ്ടോ, കറക്റ്റ് ആയിട്ട് 40 നിൽക്കുന്നത്. ആ 40യും ആ ലൈനും ഒരേ ലൈനിലാണ് നിൽക്കുന്നത്. പാരലാക്സർ അല്ലാണ്ട് നോക്കണം, നിങ്ങളുടെ നേരെ കൊണ്ടുവന്നിട്ട് വേണം നോക്കാനായിട്ട്. ഇറ്റ് ഈസ് 40. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? HSR 40 കിട്ടി, PSR 0 കിട്ടി. ഇനി ഇതിന്റെ റീഡിംഗ്, ടോട്ടൽ റീഡിംഗ് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ടോട്ടൽ റീഡിംഗ് ചെയ്യുന്നത് ഇതിന്റെ നമ്മുടെ ലീസ്റ്റ് കൗണ്ടും കൂടെ കണ്ടുപിടിച്ചിട്ട് വേണം. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദിസ് വൺ? വാട്ട് ഈസ് ഇറ്റ്? സ്ക്രൂ ഗേജിന്റെ എത്രയാണ്? 0.01 മില്ലിമീറ്റർ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ക്രൂ ഗേജ് ചെയ്യാൻ പറ്റും. 0.01 മില്ലിമീറ്റർ വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ 0.01 നമ്മൾ എവിടെ ആഡ് ചെയ്യും? ഈ HSRന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ 40 ആണ് കിട്ടിയെങ്കിൽ ആദ്യം നമ്മൾ എറർ ഉണ്ടെങ്കിൽ എറർ, ഇപ്പൊ നമുക്ക് 2 ആണ് നമുക്ക് കിട്ടിയെന്ന് വയ്ക്കാം. -0 എറർ നെഗറ്റീവ് ആണെങ്കിൽ കറക്ഷൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2. അപ്പൊ 40 ആണെങ്കിൽ 42. അത് കഴിഞ്ഞിട്ട് അതിനെ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര ലീസ്റ്റ് കൗണ്ട്? 0.01. അപ്പൊ 42 × 0.01 എത്ര വരാ? 0.42. അതിന്റെ കൂടെ ഈ 0 ആഡ് ചെയ്യുക. അപ്പൊ 0 + 0.42. വാട്ട് ഈസ് ആൻസർ? യു ആർ ഗെറ്റിംഗ് 0.42. ഇത് ഒരു പ്രാവശ്യം അല്ല ചെയ്യേണ്ടത്, റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്? പതുക്കെ വയറിന്റെ പൊസിഷൻ ഒന്ന് മാറ്റും. അതായത് പല സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. കണ്ടോ, ഞാൻ സെൻട്രലാണ് വെച്ചത്, അതൊന്ന് മാറ്റി ചെയ്തു. മാറ്റി ചെയ്യുമ്പോൾ റീഡിങ്ങിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നോ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ചെറിയൊരു വ്യത്യാസമുണ്ട്. നോക്കൂ, നേരത്തെ 40 ആണ് കണ്ടത്, ഇപ്പൊ നിങ്ങൾ 39 ആണ് കാണുന്നത്. കണ്ടോ, ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അത് ലീസ്റ്റ് കൗണ്ടും എററൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ വാല്യൂ, നമ്മൾ എന്തിനാ വീണ്ടും വീണ്ടും ചെയ്യുന്നത്? എറേഴ്സ് ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പൊ അത് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവറേജ് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി കറക്റ്റ്. ഇങ്ങനെ ഡിഫറെന്റ് പൊസിഷനിൽ ഒരു 3 4 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റീഡിങ് ഈ റേഡിയസിൽ കിട്ടും. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ റീഡിങ് നമ്മൾ നോട്ട് ചെയ്യണം. ഇവിടെ ഈ ഒബ്സർവേഷൻ കോളത്തിൽ നമ്മൾ നോട്ട് ചെയ്യാൻ പോവാണ്. ഒബ്സർവേഷൻ കോളം എന്ന് പറയുന്നത് സീരിയൽ നമ്പർ, അമ്മീറ്റർ റീഡിംഗ്, വോൾട്ട്മീറ്റർ റീഡിംഗ് ആൻഡ് റെസിസ്റ്റൻസ്. യൂണിറ്റും എഴുതിയിട്ടുണ്ട്. അമ്മീറ്ററിന്റെ ആംപിയർ ആണ്. വോൾട്ട്മീറ്റർ റീഡിംഗിൽ നമ്മൾ വോൾട്ടേജ് ആണ് മെഷർ ചെയ്യുന്നത്, റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത ആ വാല്യൂസ്, ആ ഒബ്സർവേഷൻസ് വി ആർ ഗോയിങ് ടു ജസ്റ്റ് റൈറ്റ് ഇൻ ദിസ് ടാബുലർ കോളം ആൻഡ് വി വിൽ ഫൈൻഡ് ദ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിനിടയിൽ നമ്മൾ ചെയ്ത, അതായത് വോൾട്ട്മീറ്ററും അമ്മീറ്ററും നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒബ്സർവേഷൻസ്, അതായത് അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റേഞ്ച് അറിയാം. നമുക്ക് റേഞ്ച് ഓഫ് ദി വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 0 മുതൽ 3 വോൾട്ടേജ് ആണ് നമ്മൾ എടുത്തത്. അതിന്റെ ഒരു ഡിവിഷൻ എത്രയായിരുന്നു? ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 0 to 1 ആയിരുന്നു. അപ്പൊ അതിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.1. ദെൻ റേഞ്ച് ലീസ്റ്റ് കൗണ്ട് ആണ് വരുന്നത്. അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ഡിവിഷൻ, ദാറ്റ് ഈസ് 0.1. അപ്പൊ റേഞ്ചും ലീസ്റ്റ് കൗണ്ടും നമ്മുടെ വോൾട്ട്മീറ്ററിന്റെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ അമ്മീറ്ററിന്റെ നോക്കുകയാണ്. അമ്മീറ്റർ റീഡിംഗ് എന്താ വരുന്നത്? 0 മുതൽ 2 ആംപിയർ വരെയുള്ളതാണ് നമ്മൾ റേഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ 0 മുതൽ 0.5 വരെ 10 ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു ഡിവിഷൻ എത്രയാണ്? 0.05. നമ്മൾ അതിൽ കണ്ടതാണ് വോൾട്ട്മീറ്റർ അമ്മീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ടും റേഞ്ചും. യു ഹാവ് ടു കാൽക്കുലേറ്റ് ബിഫോർ ഡൂയിങ് ഇറ്റ്. നെക്സ്റ്റ് വി ക്യാൻ ജസ്റ്റ് നോട്ട് ദ റീഡിങ്സ്. ഇവിടെ 5 ഒബ്സർവേഷൻ ആണ്. 6 ഒബ്സർവേഷൻ എങ്കിലും നമ്മൾ വേണം. അപ്പൊ നമ്മൾ 5 ഒബ്സർവേഷൻസ് ആണ് ഉള്ളത്. 4 ആയാലും മതി. ബട്ട് സ്റ്റിൽ ഫോർ ഡ്രോയിങ് ദി ഗ്രാഫ്, നമുക്ക് ഇതിനകത്തൊരു ഗ്രാഫും വരയ്ക്കാനുണ്ട്, VI ഗ്രാഫ്.
ആ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മിനിമം ഒരു 5 ഒബ്സർവേഷൻ എങ്കിലും വേണം. അതുകൊണ്ടാണ് 5 ഒബ്സർവേഷൻസ് നമ്മൾ എഴുതാൻ പോകണം. അപ്പൊ അമ്മീറ്റർ റീഡിങ്ങിലാണ് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത്. റിയോസ്റ്റാറ്റ് മാറ്റുമ്പോൾ അമ്മീറ്റർ റീഡിങ്ങിൽ നമ്മൾ ചേഞ്ച് വരുത്തിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ട്മീറ്റർ റീഡിങ് വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്. അപ്പൊ അമ്മീറ്റർ റീഡിങ് നമ്മൾ ചെയ്തപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് 0.1 കൊണ്ടുവച്ചത്. സോ വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് റീഡിംഗ് ഇൻ ദ വോൾട്ട്മീറ്റർ റീഡിംഗ്? അപ്പൊ നമ്മൾ കണ്ടതാണ് സെയിം റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ സെയിം റീഡിംഗ് കിട്ടുകയാണെങ്കിൽ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ്? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറന്റ്. വി ബൈ ഐ ആണ് വരുന്നത്. അപ്പൊ വി ബൈ ഐ എന്ന് പറയുന്നത് എത്ര വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ 1. ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ സെയിം റീഡിംഗ് കിട്ടുന്ന കാരണം. ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. സോ യു ഹാവ് ടു ഡിവൈഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറന്റ്. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് നോക്കാം. സെക്കൻഡ് ഇതേമാതിരി തന്നെ ഐ എം ഗോയിങ് ടു ചേഞ്ച് ദ അമ്മീറ്റർ റീഡിംഗ്. നമ്മൾ അമ്മീറ്റർ റീഡിംഗ് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.2 ആണ് കിട്ടിയത്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ട്മീറ്ററിംഗ് എടുക്കുമ്പോൾ നമുക്ക് സെയിം വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് 0.2 ഇറ്റ് സെൽഫ് യു ആർ ഗെറ്റിംഗ്. സോ വാട്ട് ഈസ് ദ വാല്യൂ? വി ബൈ ഐ എത്ര വരുന്നത്? വീണ്ടും വി ആർ ഗെറ്റിംഗ് ദ സെയിം വാല്യൂ 1 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് തേർഡ് വണ്ണും ചെയ്തു. ഇവിടെ തേർഡ് വണ്ണും ചെയ്തത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഷുവറായിട്ടും കിട്ടും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി റെസിസ്റ്റൻസ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലും അതുപോലെ നമ്മൾ പ്രോപ്പറായിട്ട് കണക്ഷൻ ചെയ്യുകയും പിന്നെ വോൾട്ട്മീറ്റർ ആയിട്ട് അമ്മീറ്റർ റീഡിങ്ങും ഇതൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പാരലാക്സർ ഇല്ലാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കൃത്യമായിട്ട് തന്നെ കിട്ടും. പിന്നെ ചൂടാവാണ്ട് നോക്കണം. ചൂടായി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഒക്കെ ചേഞ്ച് വരും. So we are getting here also 0.3 and the value will be here also 1. So you are getting the same value resistance. നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടിയത്. നെക്സ്റ്റ് വൺ വി ആർ ഗെറ്റിംഗ്. ഇനി നമ്മൾ പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്യണം. മീറ്റർ പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്യുന്നു. വി ആർ ഗെറ്റിംഗ് 0.4 and the corresponding voltmeter reading also 0.4 we are getting and the resistance also the same 1 you are getting. ഇനി ലാസ്റ്റ് ഒരു റീഡിംഗ് കൂടെ നമുക്ക് ചെയ്യാം. സോ വി ആർ ചേഞ്ചിങ്. ഇത് നമ്മൾ കണ്ടതാണ് 0.5ന്റെ നമ്മൾ റീഡിംഗ് കണ്ടതാണ്. 0.5 കിട്ടുമ്പോൾ ഇവിടെയും 0.5 തന്നെ ആയിരുന്നു. ദെൻ വാട്ട് ഈസ് ദ റീഡിംഗ് ഹിയർ? വി ആർ ഗെറ്റിംഗ് 1. സോ മീൻ എടുക്കാൻ സൗകര്യമായി. കാരണം എന്ന് വെച്ചാൽ എല്ലാം 1 ആണ്. സോ വാട്ട് വിൽ ബി ദ മീൻ വാല്യൂ? മീൻ വാല്യൂ എന്ന് പറയുന്നത് 1 ohm. So the mean resistance we are getting 1 ohm. So why? Because 1 ohm നമുക്ക് ഇതെല്ലാം സെയിം ആയത് കാരണം no need of adding and dividing. Directly we can write the resistance. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് റെസിസ്റ്റിവിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെങ്ത് വേണം, നമ്മുടെ റേഡിയസ് വേണം. റേഡിയസ് വി ആർ മെഷറിംഗ് യൂസിങ് സ്ക്രൂ ഗേജ്. നിങ്ങൾ കണ്ടതാണ് സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ കൂടെ എഴുതിയിട്ട് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ഇറ്റ്. നമ്മൾ റെസിസ്റ്റൻസ് കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ സ്ക്രൂ ഗേജ് റീഡിങ്സ് ആണ്. നമുക്ക് റേഡിയസ് കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് ഏരിയ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു ഡ്രോ ദി ടാബ്ലർ കോളം നമ്മൾ വരച്ചിട്ടുണ്ട്. സ്ക്രൂ ഗേജ് റീഡിങ്സിന്റെ ടാബ്ലർ കോളാണ്. അപ്പൊ സ്ക്രൂ ഗേജ് റീഡിങ്സിന്റെ ടാബ്ലർ കോളത്തിൽ ഫസ്റ്റ് വൺ വി ക്യാൻ സേ സീരിയൽ നമ്പർ, ദെൻ PSR. PSR എന്ന് പറഞ്ഞാൽ പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് അതിനെ പറയാം. HSR എന്ന് പറയുന്നത് ഹെഡ് സ്കെയിൽ റീഡിംഗ്. പിച്ച് സ്കെയിൽ റീഡിംഗ് നിങ്ങൾ കണ്ടു, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് പിച്ച് സ്കെയിൽ റീഡിംഗ്. എന്താണ് HSR എന്ന് പറയുന്നത്? നമ്മൾ സർക്കുലർ ആയിട്ട് കണ്ടില്ലേ, അതാണ് ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ CHSR. അതെന്താ ഈ CHSR? കറക്റ്റഡ് ഹെഡ് സ്കെയിൽ റീഡിംഗ്. എന്താ ഈ കറക്ഷൻ? കറക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിൽ എഴുതിയിട്ടുണ്ട്. നോക്കൂ, 0 എറർ. നമ്മൾ ആദ്യം സ്ക്രൂ ഗേജ് കിട്ടിയാൽ ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ എറർ ആണ്. ആ എറർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് -1 ആണ് കിട്ടിയത്. പക്ഷെ നമ്മൾ ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ എന്നുള്ളത് കറക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 0 കറക്ഷൻ എന്ന് പറഞ്ഞാൽ എററിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ എറർ മൈനസ് ആണെങ്കിൽ കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. -1 ആണ് വന്നത്, കറക്ഷൻ +1. ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ 1 എടുത്തത്. 2 ആണെങ്കിൽ 2 യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇനി അടുത്ത എന്താണ് വേണ്ടത്? ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് ഈസ് 0.01 മില്ലിമീറ്റർ ആണ്. കാരണം നമ്മൾ മെഷർ ചെയ്യുന്നത് മില്ലിമീറ്ററിലാണ് സ്ക്രൂ ഗേജിൽ മെഷർ ചെയ്യുന്നത്. സോ അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ CHSR എന്ന് പറയുന്നാൽ കറക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ HSR നിങ്ങൾക്ക് 30 ആണ് കിട്ടിയെന്ന് ഇരിക്കുക. അപ്പൊ കറക്ഷൻ എത്രയായിരിക്കും? +1. സോ 31 ആയിരിക്കും വി ആർ ഗോയിങ് ടു റൈറ്റ്. ദാറ്റ് ഈസ് CHSR. ഇനി ടോട്ടൽ റീഡിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? PSR + CHSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. അതായത് ഈ PSRന്റെ കൂടെ നമ്മുടെ ഇവിടെ എഴുതിയ കറക്റ്റഡ് HSR ഇൻറ്റു ദ ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് ഈസ് 0.01. അത് നമ്മൾ ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് PSRന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് വി ആർ ഗെറ്റിംഗ് ദ ടോട്ടൽ റീഡിംഗ്.
ഈ ടോട്ടൽ റീഡിംഗ് കിട്ടിക്കഴിഞ്ഞിട്ട് we will take the mean value that will give the diameter. അതിന്റെ പകുതിയായിരിക്കും നമുക്ക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ we are going to do that one. നമ്മൾ ആദ്യം മീൻ ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് we will take the radius and we can substitute and we can find the resistivity. So let us do this one. So first one, നമുക്ക് 4 റീഡിങ്സ് മതി. ഒരു 3 or 4 റീഡിങ്സ് ആണ് നമ്മൾ സാധാരണ സ്ക്രൂ ഗേജ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് റീഡിംഗ് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് PSRന്റെ റീഡിംഗ് മിക്കവാറും നമുക്ക് 0 ആയിരിക്കും. കുറച്ച് തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് 1ലേക്ക് വരുള്ളൂ. ഇവിടെ നമുക്ക് കിട്ടിയതും PSR 0 ആണ്, എല്ലാ 0 തന്നെ ആയിരിക്കും. ഇനി HSR കിട്ടിയത് നമ്മൾ കണ്ടിരുന്നു, ദാറ്റ് ഈസ് 40 ആണ് HSR നമുക്ക് കിട്ടിയ റീഡിംഗ്. സോ അതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 0 കറക്ഷൻ +1 ആണ്. സോ വി ഹാവ് ടു ആഡ് +1. അപ്പൊ എത്ര വരാ? 41. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ റീഡിംഗ്? PSR എത്രയാണ്? 0 പ്ലസ് നമ്മുടെ 41ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 0.01 യു ഹാവ് ടു മൾട്ടിപ്ലൈ. സോ വാട്ട് ഈസ് ഇറ്റ്? 0.41 into 0.01 എത്ര വരുന്നത് നോക്കൂ? 0.41 ആണ് വരുന്നത്. So 0 plus 0.41 you are getting the value എത്രയാണ് നമുക്ക് വരുന്നത്? 0.41. Like that we can do all this. നോക്ക, second one we can take it as, so it will be also 0, PSR 0 ആയിരിക്കും. പിന്നെ HSR എത്ര വരുന്നത്? ഒരെണ്ണം നമുക്ക് 39 we got it. You have seen that it is 39. ഒരു ചെറിയൊരു 40 എത്തിയിട്ടില്ല, അതിന് തൊട്ട് മുന്നായിട്ട് നിന്നു 39. So 1 we can add it. 0 correction is +1, so we can add it. അപ്പൊ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാം. 0 plus 0, 40 into 0.01 എത്രയാണ്? 0.40. So that is the value 0.40 you are getting. So likewise we can write third and fourth one. Third one എത്രയാണ്? ഇതേമാതിരി PSR ഒരു വ്യത്യാസമില്ല. Then we got it 40 again. So here also we are getting 41. That is we are adding, correction is adding. Then 0 plus 0.40. So what is, not 40, here it is 1. Okay. So we are going to just write it here. That is 1. Yes, 0.41. Then 0.41 here. And the last reading, fourth reading, we can write it. What is it? 0. Again, we are getting 39. Then 40 you are getting. That means +1. Then 0 plus 0. That means 40 into 0.1. That is 40. We are getting 0.40. Then we have to take the mean value. So what is the mean value of 0.41? 40, 41, 40. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So when you are dividing this, we will get 0.4041 is repeating. So we won't get 41. So what is the value here? 0.405. ഇത് നമ്മുടെ ഡയമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റില്ല, തുളച്ച് കെട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഡയമീറ്റർ ആണ് വി ആർ ഗെറ്റിംഗ്. റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡയമീറ്റർ കിട്ടി. സോ ഡയമീറ്റർ വി ആർ ഗെറ്റിംഗ് ദിസ് മച്ച് വാല്യൂ ആൻഡ് ഇറ്റ് ഈസ് ഇൻ മില്ലിമീറ്റർ. സോ വി ക്യാൻ റൈറ്റ്, മീറ്ററിലേക്ക് നമുക്ക് എഴുതുകയാണെങ്കിൽ -3 മീറ്റർ. അപ്പൊ ഇവിടെ കിട്ടുന്നത് നമുക്ക് മില്ലിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഈ ടാബുലർ കോളത്തിൽ മില്ലിമീറ്റർ എഴുതാം. അപ്പൊ നമുക്ക് ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞു, അതിന്റെ പകുതി എടുത്ത് നമുക്ക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ലെങ്ത് ഓഫ് ദ വയർ ആൾസോ വി ഹാവ് ഡൺ ഇറ്റ്. നമ്മൾ മെഷർ ചെയ്തു എത്രയാണെന്നുള്ളത്. വി ആർ റൈറ്റിംഗ് ഹിയർ 24 centimeter. That also you have to convert it into meter. അപ്പൊ എത്ര വരുന്നത്? 24 into 10 raised to -2. SI സിസ്റ്റത്തിൽ വേണം എല്ലാം ചെയ്യാൻ. അപ്പൊ കൺവേർഷനും നമ്മൾ ചെയ്തു കഴിഞ്ഞു. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കി, മില്ലിമീറ്ററിനെ നമ്മൾ മീറ്റർ ആക്കി കഴിഞ്ഞു. Now we can calculate it. അപ്പൊ നമുക്ക് ഡയമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡയമീറ്ററിന്റെ ഹാഫ് എടുക്കാം. ഹാഫ് എടുക്കുമ്പോൾ we will get radius. So radius is equal to 0.405 divided by 2 into 10 raised to -3. So the value you are getting 0. Divided by 2 വരുമ്പോൾ 0.2, then 0.25. That is the value you are getting, 10 raised to -3 meter. That is the radius you got. നമുക്ക് റെസിസ്റ്റിവിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, റെസിസ്റ്റിവിറ്റിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഇവിടെ RA/L. A is πr². So R πr² divided by L. So what is R here? റെസിസ്റ്റിവിറ്റിയുടെ
simple എന്താണ് റോ, we are using row, so r is 1, നമുക്ക് mean value 1 അല്ലേ കിട്ടിയത്. Then pi യുടെ value എത്രയാണ് 22/7 ചെയ്യാം, or we can use 3.14 into what is r here, we got it 0.2025, 0.2025 2 എടുത്താലും മതി നമുക്ക്, or you can take it as 5 into 10 raised to minus 3 the whole squared. Pi r squared അല്ലേ, അപ്പോ the whole squared ഇട്ടു, divided by what is it 24 into 10 raised to minus 2. So this is the value we are going to calculate it. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യും. So when we are doing it, you are getting the value 5.33. 2 ഡെസിമൽ ചെയ്താൽ മതി, 338 വരുന്നുണ്ട്, നമുക്ക് 2 ഡെസിമൽ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു കൃത്യമായിട്ട്. ഇനി സാധാരണ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്, 2 ഡെസിമൽ കറക്റ്റ് 2 ഡെസിമൽ വെച്ച് നമ്മൾ ചെയ്യുന്നു. ഇനി 10ന്റെ പവർ നമുക്ക് നോക്കാം. ഇവിടെ 10 raised to minus 3 the whole squared ആണ് വരുന്നത്. അപ്പോ എത്ര വരും, 10 raised to minus 6 വരും. പിന്നെ 10 raised to minus 2 മേളിലോട്ട് വരുമ്പോൾ we are getting 10 raised to minus 4. ഇവിടെ ശരിക്കും നമുക്ക് കിട്ടിയത് കറക്റ്റ് 5.33 അല്ല, നമുക്ക് കിട്ടുന്നത് 0.00533. ഓക്കെ, ഇൻറ്റു 10 raised to എത്ര വരെ ഇവിടെ -6, ഈ -2 മേളിലോട്ട് പോകുമ്പോൾ +2. ദിസ് ഇസ് ദ വാല്യൂ യു ആർ ഗെറ്റിംഗ് ഇറ്റ്. ഇത് നമ്മൾ 10ന്റെ പവർ എല്ലാം കൂടെ നമ്മൾ റെഡി ആക്കാൻ പോവാണ്. 10 raised to minus 4 യു ആർ ഗെറ്റിംഗ്, ആൻഡ് 1 2 3. അപ്പൊ 10 raised to minus 3 and 10 raised to minus 4. So what is the value you are getting? 5.33 into 10 raised to minus 7 you are getting. 5.33 into 10 raised to minus 7 ohm meter. That is the resistivity of the given wire. So we have calculated using Ohm's law the resistance. പിന്നെ റേഡിയസ് നമ്മൾ സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. After that the calculated value of resistivity is 5.33 into 10 raised to minus 7 ohm meter. നമുക്ക് ആ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ കിട്ടുമ്പോൾ തന്നെ അറിയാം വിച്ച് ഈസ് ദ വയർ വി ഹാവ് യൂസ്ഡ്, വെദർ ഇറ്റ് ഈസ് നിക്രോം ഓർ യുറേക്ക എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും 10ന്റെ റേഞ്ച് കണ്ടപ്പോൾ.